രണ്ട് വാർത്തകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, നമ്മുടെ മരുമകൻ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം കർഷകരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു യോഗത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, മലയോര ഹൈവേ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി 13 ജില്ലകളെ കോർത്തിണക്കി കൊണ്ടുവരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ വാർത്ത വരുന്നു, തൃശ്ശൂരിൽ നിന്ന് വീണ്ടും റോഡിലെ കുഴിയിൽ വീണൊരു യുവാവ് കൂടി മരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് തൃശ്ശൂർ നഗരസഭാ മേയറടക്കം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ നഗരത്തിൽ ഒരു കുഴിയിൽ ഒരു അമ്മയും മകനും വീണും ആ മകൻ മരിക്കുന്നത്. പ്രിയപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവറുകളോട് പറയാനുള്ളത്, തൽക്കാലം നമുക്ക് പുതിയ റോഡുകൾക്കൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. നാഷണൽ ഹൈവേ തുടങ്ങി വെച്ചതാണ്, അത് നടക്കട്ടെ. മറ്റ് തുടങ്ങി വെച്ച റോഡുകളെല്ലാം നടക്കട്ടെ. സ്റ്റേറ്റിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ തുടങ്ങി വെച്ച എല്ലാ റോഡുകളും നടക്കട്ടെ. എന്നിട്ട് അടുത്ത വളരെ കൃത്യമായ ഒരു റോഡ് ഓഡിറ്റ് നടത്തണം. റോഡിൻ്റെ കംപ്ലീഷൻ വർക്കിൻ്റെ ഒരു ഓഡിറ്റ് നടത്തണം. എന്നിട്ട് കംപ്ലീറ്റ് റോഡുകളും ക്ലിയറായി എന്ന് മാത്രം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇനി പുതിയ റോഡുകളെക്കുറിച്ച് ചിന്തിക്കാവൂ. മലയോര ഹൈവേ കേട്ടാൽ വളരെ മധുര മനോഹരമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റാണ്. എല്ലാവർക്കും ആവേശം ഉണ്ടാവും. എഞ്ചിനീയർമാർക്ക് ആവേശം ഉണ്ടാവും, കമ്പനികൾക്ക് ആവേശം ഉണ്ടാവും, കോൺട്രാക്ടർമാർക്ക് ആവേശം ഉണ്ടാവും, കൊട്ടേഷൻ എടുക്കുന്നവർക്ക് ആവേശം ഉണ്ടാവും, പൊളിറ്റിക്കൽ പാർട്ടീസിന് ആവേശം ഉണ്ടാവും, പ്രാദേശിക നേതാക്കൾക്ക് ആവേശം ഉണ്ടാവും. ആവേശത്തിൻ്റെ പെരുമഴയായിരിക്കും പുതിയ മലയോര ഹൈവേ ഒക്കെ വരുന്നു പറയുമ്പോൾ. പക്ഷേ നമ്മുടെ റോഡുകൾ, അത് തിരുവനന്തപുരം നഗരത്തിനകത്ത് തന്നെ ആകട്ടെ, ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ ആകട്ടെ, നമ്മുടെ റൂറൽ ഏരിയകളാകട്ടെ, ഏത് പ്രദേശമെടുത്താലും അതീവ ഗുരുതരമായ തോതിലാണ് റോഡുകളിൽ കുഴി കിടക്കുന്നതും നിരവധി മരണങ്ങൾ നടക്കുന്നതും. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് മതി പുതിയ റോഡുകളെന്ന് ഒരു നിശ്ചയമെടുക്കണം. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സംസ്ഥാനത്തെ PWDയുടെ ചീഫ് എഞ്ചിനീയറുടെയും താഴോട്ടുള്ളവരുടെയും മീറ്റിംഗ് വിളിച്ച് ഒരു മൊബൈൽ ആപ്പ് വഴി ജനങ്ങൾക്കും അതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാം. ജനങ്ങൾക്കും പോസ്റ്റ് ചെയ്യാം, പബ്ലിക്കിനും പോസ്റ്റ് ചെയ്യാം, ഉദ്യോഗസ്ഥർക്കും പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ആർക്ക് വേണോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എവിടെയൊക്കെ ഏതൊക്കെ റോഡ് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, എത്ര കിലോമീറ്റർ വീതിയുള്ളതാണ്, അത് പഞ്ചായത്ത് റോഡാണോ, മുനിസിപ്പാലിറ്റി റോഡാണോ, കോർപ്പറേഷൻ്റെ റോഡാണോ, ഗവൺമെൻറ്റിൻ്റെ PWD റോഡാണോ, നാഷണൽ ഹൈവേ ആണോ, എന്താണെന്ന് സ്റ്റേറ്റ് ഹൈവേ ആണോ എന്ന് നോക്കി അവിടെയുള്ള എല്ലാ കുഴികളും അടച്ച് അതൊരു സഞ്ചാരയോഗ്യമാക്കി ഇനിയും ഒരുപാട് ജീവനുകൾ എടുക്കാതിരുന്നിട്ട് പോരെ പുതിയ റോഡ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പുതിയ പദ്ധതികൾ ഒരുപാട് നമ്മൾ തുടങ്ങിയിടും, പക്ഷെ തുടങ്ങിയ പദ്ധതികളെങ്ങും ഒരിടത്തും എത്തിക്കുകയില്ല. ഇപ്പം നാഷണൽ ഹൈവേ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് NH വഴി ട്രാൻസ്പോർട്ട് ബസ്സിലൊന്ന് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ വടക്കൻ ഭാഗത്തേക്കോ ഒന്ന് സഞ്ചരിച്ച് നോക്കണം. എത്ര മോശമായ റോഡുകളാണ്. അവിടെ പാച്ച് വർക്കുകൾ, അവിടെ വെട്ടിയിട്ടിരിക്കുന്നു, കട്ട് ചെയ്തിട്ടിരിക്കുന്നു. ആകെ കൺഫ്യൂഷനാണ്. ഓരോ ഏരിയ ചെയ്തിട്ട് മറ്റൊരു ഏരിയയിലേക്ക് പോകാതെ എല്ലാം കൂടി വലിച്ച് താഴെയിട്ട് കട്ട് ചെയ്ത് സകല സ്ഥലത്തും പല തരത്തിൽ പല തോതിൽ പണികൾ ചെയ്ത് ഒരിടത്തുകൂടെയും പോകാൻ കഴിയാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായി ഈ ഉള്ള പണമെടുത്ത് ഈ റോഡുകൾ ആദ്യം വൃത്തിയാക്കുക, മെയിൻ്റനൻസ് ചെയ്യുക, അതിനൊരു മെക്കാനിസം കൊണ്ടുവരിക. ഒരു കുഴി വീണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ ആ കുഴി നികത്തുവാനുള്ള സംവിധാനം ചെയ്യുക. ഇതൊരു റോഡ് മെറ്റൽ ചെയ്യാൻ 1 വർഷം, ടാർ ചെയ്യാൻ 2 വർഷം, അങ്ങനെ പോവുകയാണ് നമ്മുടെ റോഡിൻ്റെ സംവിധാനങ്ങൾ. നിർബന്ധമായും മരുമകൻ മന്ത്രി ഇതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങ് ഈ റോഡുകൾ പുതിയത് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും തൽക്കാലം അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് വലിയ പദ്ധതിയായിട്ട് എടുക്കാം. ഉള്ള റോഡുകളുടെ മെയിൻ്റനൻസ് വളരെ ഗൗരവമായി അടിയന്തരമായി ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഏറ്റെടുക്കേണ്ടുന്ന ഒരു പദ്ധതി.